നമസ്കാരം. DS ഇറൈ കിഡിലം തിയേറ്റർ എക്സ്പീരിയൻസ് മലയാളത്തിൽ നിന്നുള്ള ഒരു പ്യുവർ ഇന്റർനാഷണൽ ഐറ്റം. വലിയ പ്രതീക്ഷകളാണ് തിയേറ്ററിലെത്തിയത്. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം നിറവേറ്റിയ സിനിമ. മലയാള സിനിമയുടെ സ്ക്രീനിൽ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഹൊറർ മൊമെന്റ് തന്നിട്ടുള്ള ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ്. തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമെന്ന് അടിവരയിട്ട് പറയാവുന്ന ഒരു സിനിമ. സിനിമയുടെ ഒരു മേഖലയും നിരാശപ്പെടുത്തുന്നില്ല. എല്ലാം ഗംഭീരമാണ്. എഴുത്തിലല്ല എടുപ്പിലാണ് കാര്യം എന്നൊക്കെ ഉള്ളത് രാഹുൽ സദാശിവൻ സിനിമകളിൽ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം പുള്ളിയുടെ മുൻപ് വന്ന ഭൂതകാലമാണെങ്കിലും അതുപോലെ ഭ്രമയുഗമാണെങ്കിലും റൈറ്റിങ്ങിനകത്തല്ല കാര്യം. പുള്ളി ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതിയാണ്. പുള്ളി അതിനുവേണ്ടി സെറ്റ് ചെയ്ത ഷോട്ട്സ്, പുള്ളി സ്ക്രീനിൽ നിന്ന് തരുന്ന ഒരു സ്കെയറി മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു DS ഇറയിലും കാണാൻ കഴിയുക. അത്രയ്ക്കും കിടിലൻ പരിപാടിയാണ്. നല്ല സ്ക്രീനിൽ നിങ്ങൾ ഈ സിനിമ കാണണം. കാരണം അങ്ങനെയുള്ള ഒരു സ്ക്രീനിൽ കണ്ടാൽ, ഒരു ഗംഭീര ഓഡിയൻസിന്റെ കൂടെ കണ്ടാലാണ് ഈ സിനിമ ഏറ്റവും ഗംഭീരമായിട്ട് തോന്നുക. വളരെ കുറച്ച് കഥാപാത്രങ്ങളെ വെച്ച് വിസ്മയം തീർക്കുന്ന ഒരു ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. മുൻപ് വന്ന ഭൂതകാലമാണെങ്കിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ, അതുപോലെ ഭ്രമയുഗമാണെങ്കിൽ മെയിൻലി 3 ക്യാരക്ടേഴ്സ്. ഇവിടെ നമുക്ക് വരുമ്പം വിരലിലെണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അവരെ വെച്ചിട്ടാണ് ഈ പരിപാടി പുള്ളി ചെയ്യുന്നത്. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും ഈ സിനിമയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന കുറച്ച് മൊമെന്റ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരിക. രാഹുൽ സദാശിവന്റെ പൊതുവെയുള്ള പരിപാടികൾ നമ്മൾ ഈ സിനിമകളിൽ റെഡ് റെയിൻ മുതൽ പുള്ളിയുടേതായിട്ട് ഇങ്ങോട്ട് വന്ന സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ പുള്ളി ഒരു ഇന്റർനാഷണൽ ടൈപ്പ് ഓഫ് പരിപാടികൾ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു സോക്കോൾഡ് മലയാളം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാദേശിക ഭാഷയുടെ ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് അല്ല പുള്ളിയുടെ. നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള ഹൊറർ സിനിമകളൊക്കെ ഉണ്ട്. കാരണം പഴയ സിനിമകളാണെങ്കിൽ ഒരു പഴയ പൊളിഞ്ഞ വീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യക്ഷി, അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്താ പറയുക ഒരു ബാക്ക് സ്റ്റോറി, അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്നുമില്ല. ഇത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒന്നും പുള്ളി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ആ സ്ക്രീനിലുണ്ട്. അതുപോലെ തന്നെ സൈലൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡയറക്ടർ. ആ സൈലൻസ് കൊണ്ട് പ്രേക്ഷകനെ വിസ്മയിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, ഈ സിനിമയ്ക്ക് അതും അങ്ങനെയാണ്. ഇതിനകത്ത് കുറേ ഏരിയ സൈലന്റ് ആണ്. നമ്മളിങ്ങനെ എന്താ പറയുക സീറ്റ് അടിച്ച് ത്രില്ലറൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ നോക്കിയിരിക്കും. ആ സൈലൻസ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പീക്ക് മൊമെന്റുകളിൽ പലതും തരുന്നതെന്ന് പറയേണ്ടി വരും. ഗംഭീരം. ഹാറ്റ്സ് ഓഫ് യു മാൻ. വേറെ ആർക്കും ഒരു പക്ഷേ മലയാളത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട്. ഭ്രമയുഗം കണ്ടു കഴിഞ്ഞ സമയത്ത് ഇതായിരിക്കും ഇങ്ങോരുടെ പീക്ക് സിനിമ എന്ന് തോന്നി. പക്ഷെ ഇപ്പം DS ഇറൈ വലിയ ഹൈപ്പിൽ പോയി കണ്ടിട്ടും പുള്ളി എവിടെയും നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. സ്റ്റാർട്ട് ടു എൻഡ് ഒരു 2 മണിക്കൂറുള്ള ഒരു പടത്തിനകത്ത് ഒരു സീനിൽ പോലും നമ്മൾക്ക് എന്താ പറയുക ഒരു ബോറടി, ഒരു മുഷിച്ചിൽ, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലെന്നേ. അന്യ ലെവലിൽ പുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഗംഭീരം. മലയാളത്തിൽ നിന്നുള്ള ഹൊറർ സിനിമകളെ നമ്മൾക്ക് പുറത്തുള്ള ഒരു ഓഡിയൻസിന് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയ സിനിമകൾ രാഹുലിൻ്റെത് മാത്രമാണ്. ശിവന് മാത്രം കഴിയുന്ന കുറെ സിനിമാറ്റിക് മൊമെന്റുകൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എന്തൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം പുള്ളി എടുത്തു വെച്ചേക്കുന്ന കുറെ പരിപാടികൾ നമ്മൾ ഒരു വലിയ ഓഡിയൻസിന്റെ കൂടെ കാണുവാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറെ പരിപാടി നമുക്ക് അങ്ങനെ അധികം കാണാറില്ല. നമ്മൾ ഈ ഹൊറർ സിനിമകളിലൊക്കെ നമുക്ക് അറിയാം എന്തായിരിക്കും ഇത് ഇങ്ങനെ വെച്ച് പേടിപ്പിക്കാതെ അങ്ങനെ വെച്ച് ചെയ്യും. ഇതിനകത്ത് ആ പരിപാടി ഒന്നും ഇല്ലെന്നേ. കാരണം അത് എവിടെയാണെങ്കിലും പുള്ളിക്ക് പ്രശ്നമല്ല. ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന വീടെന്നൊക്കെ പറയുന്നത് എന്താ പറയുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീടാണ്. എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ്. കാരണം ഇതിലെ നായകൻ ഭയങ്കര റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെറ്റപ്പുള്ള വീടാണ്. അപ്പോൾ അതിലൊരു സ്ഥലത്ത് പുള്ളിയൊക്കെ ക്യാമറ ഒരു ഫ്രെയിം സെറ്റ് ചെയ്താൽ അതിലേക്ക് കുറച്ച് കാറ്റും കുറച്ച് സൈലൻസും പിൻ ഡ്രോപ്പ് സൈലൻസും ആണെങ്കിലും പ്രേക്ഷകൻ പേടിക്കുകയാണ്. അതൊരു വല്ലാത്ത സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് തന്നെയാണ്. ഇത് അത്രയ്ക്കും ഗംഭീരനായിട്ടുള്ള ഒരു ഡയറക്ടർക്ക് മാത്രം ചെയ്യുന്ന പരിപാടി. അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട സ്ഥലമൊന്നും വേണ്ട പേടിപ്പിക്കാൻ. ക്യാരക്ടേഴ്സിനെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവച്ചാലും പുള്ളി പേടിപ്പിക്കും. ഇതിനകത്ത് തന്നെ ഒരു സീൻ അങ്ങനെയുണ്ട്, ഒരു ഹോട്ടൽ സീൻ. ആ ഹോട്ടൽ സീനിനകത്ത് നിറയെ ആൾക്കാരാണ്, പക്ഷെ അവിടെയും നമ്മളെ പേടിപ്പിക്കുന്ന കുറച്ച് പരിപാടികൾ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി ആ ക്യാമറ ആംഗിളും പരിപാടിയൊക്കെ വെച്ചിട്ട് പുള്ളി അങ്ങ് നമ്മളെ ഞെട്ടിക്കും. ഈ സിനിമ നിങ്ങൾ എവിടെ കാണുകയാണെങ്കിലും നല്ലൊരു ഗംഭീര തിയേറ്റർ ആവണം, അതുപോലെ തന്നെ നല്ല കിടിലൻ ഓഡിയൻസും ആവണം. ഇത് രണ്ടും കൂടെ വരുവാണെങ്കിൽ ഗംഭീര ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. ഞാൻ ഇന്നലെ സിനിമ കണ്ടത് കോഴിക്കോട് പാലക്സി തിയേറ്ററിലാണ്. അതിൽ എപ്പിക് സ്ക്രീനിലാണ്. എപ്പിക് സ്ക്രീൻ അറിയാലോ, ഫുൾ സ്ക്രീനിൽ പടം കാണുമ്പോൾ തന്നെ നമുക്കൊരു തരിപ്പാണ്. അവിടെ ആണെങ്കിൽ ഒരു ഗംഭീര ക്ലാസ് ഓഫ് ഓഡിയൻസും പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നലെ 9:30 ഷോയ്ക്ക് പാലക്സി തിയേറ്ററിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു വലിയൊരു സല്യൂട്ട് ഉണ്ട്. ആ സിനിമ കാണാൻ വന്ന മറ്റുള്ള ആളുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ആ സിനിമയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഓഡിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അനാവശ്യമായ ഒരു കമന്റ്, ഒരലമ്പ് പരിപാടിയും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയ്ക്കും ഗംഭീരമായിട്ട് പേഴ്സണലി എനിക്ക് ആ സിനിമ അനുഭവപ്പെട്ടിട്ടുള്ളത്. അതൊരു പക്ഷേ ഇന്നലെ പലരും എടുത്തു പറയുന്നുണ്ട്. അത്രയ്ക്കും ക്ലാസ് ഓഫ് ഓഡിയൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിന്റെ കൂടെ അല്ല നിങ്ങൾ ഈ സിനിമ കാണുന്നത്. വെറുതെ കമന്റടിയും കൂക്കുവിളിയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് പീപ്പിളിന്റെ കൂടെയാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയ്ക്കും ഹെവി ആയിട്ട് ഇതിലെ മൊമെന്റുകൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സിനിമയിൽ സൈലൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സൈലൻസ് ആണ് ഈ സിനിമയുടെ പല പീക്ക് മൊമെന്റുകളും. അതുകൊണ്ട് തന്നെ അത് എൻജോയ് ചെയ്യാൻ കഴിയണമെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസ് ഓഫ്
ഓഡിയൻസ് ഇതിനകത്ത് ഉണ്ടാവണം. ഈ സിനിമ ഇന്റർനാഷണൽ ആണെന്ന് പറയാൻ കാരണം ഇതിലെ കുറച്ച് സീനുകൾ കൊണ്ടാണ് മെയിൻലി. എസ്പെഷ്യലി ഇതിനകത്ത് സ്കാരി മൊമെന്റ്സ് ഒക്കെ ഹെവിയാണ്, സംശയമൊന്നുമില്ല. പെർഫോമൻസ് ആണെങ്കിലും ഗംഭീരമാണ്. പക്ഷെ ഇതിനകത്ത് രാഹുൽ സദാശിവനെ കയ്യടി കൊടുക്കേണ്ട ഗംഭീര കുറച്ച് പരിപാടികൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ ഒരു ടെറസ് സീൻ ഉണ്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഇന്ന് വരെ മലയാള സിനിമ ഇത് കണ്ടിട്ടില്ല. ആ സീൻ ഞെട്ടിപ്പിക്കുന്ന ഒരു സീനാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ഒരു പക്ഷേ ടീച്ചറിലോ ട്രെയിലറോ മറ്റോ അതിൻ്റെ ഒരു ഭാഗം കണ്ടിട്ടുണ്ട്. ഒരു പ്ലെയിൻ ഏരിയ, അതിലേക്ക് ഇങ്ങനെ ക്യാമറ ഫോക്കസ് ചെയ്ത് നിൽക്കുകയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിയും പൂച്ചയൊക്കെ കരയുന്നൊക്കെ സീനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വല്ലാതെ പകലാണ് ആ സീൻ, പക്ഷെ അത് വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു സീനാണ്. അതുപോലെ മറ്റൊരു സീൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ സീൻ, വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ, പക്ഷെ അവിടെ വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് പുള്ളി. അത് പ്രേക്ഷകനെ എല്ലാവരെയും അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പരിപാടി. അങ്ങനെ കുറച്ച് മൊമെന്റുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ ഇതിനകത്ത് അവസാന ഭാഗത്തേക്ക് ജയാകുറുപ്പിന്റെ ഒക്കെ സീനുകൾ, ഇങ്ങനെ കുറെ സീനുകൾ ഇതിനകത്ത് രാഹുൽ സദാശിവൻ മാജിക് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാണാനുണ്ട്. അത് കാണാനായിട്ട് വീണ്ടും ഒരു പക്ഷേ തിയേറ്ററിൽ പോയാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ റിപ്പീറ്റ് വാല്യൂ തരുന്ന സീനാണ്. കാരണം ആ തിയേറ്ററിൽ മാത്രമേ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് ക്വാളിറ്റി, ഇത് പറയേണ്ടതില്ല. കാരണം ഈ സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിലല്ല എടുപ്പിലാണ് കാര്യം എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് വെച്ചിട്ട് ഈ സിനിമ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്, മെയിൻലി ആ ടൈലൻഡ് കഴിഞ്ഞിട്ട് എൻഡ് ക്രെഡിറ്റ് വരുമ്പോൾ ഉള്ള ഒരു പരിപാടി ഉണ്ട്, ഗംഭീരം. അതൊരു വല്ലാത്ത തരിപ്പ് തന്നെയാണ്. പടം കഴിഞ്ഞിട്ട് പോകുന്നില്ലെന്നേ, ചുമ്മാ അതിങ്ങനെ നമ്മൾ അനുഭവിച്ചങ്ങ് ഇരിക്കുക ചെയ്യുക. ക്രിസ്റ്റോ സേവർ അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മാത്രമല്ല പുള്ളിയുടെ പല പരിപാടികളും, ഈ സിനിമയിലെ പല സീനുകളെയും ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ക്രിസ്റ്റോയുടെ മ്യൂസിക് ആണ് വൻ പരിപാടി. അതുപോലെയാണ് ഇതിന്റെ DOP ഷഹനാദ് ജലാലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. കാരണം ഇതിലെ നായകൻ ഒരു ആർക്കിടെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുള്ളി താമസിക്കുന്ന വീടാണെങ്കിൽ പുള്ളി റിച്ച് ആയതുകൊണ്ട് തന്നെ ഗംഭീരമാണ്. പക്ഷെ ആ വീട്ടിനുള്ളിലും നമ്മളെ പകല് അതിനകത്തൊരു എന്താ പറയാ, കർട്ടൻ കാണിക്കുമ്പോൾ, അതുപോലെ അതിലെ ഡോറുകൾ വളരെ വൈഡ് ആംഗിളിൽ കാണിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് വല്ലാത്തൊരു പേടിയാണ്. ചില റൂമുകൾ എടുത്ത് കാണിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് ഇതിനകത്ത്. ഒരു കിണറിന് ഉള്ള പരിപാടി, അങ്ങനെ കുറെ സീനുകളുണ്ട് എടുത്ത് പറയാനാണെങ്കിൽ. ഗംഭീര പരിപാടിയാണ്, ഒന്നും പറയാനില്ല. ഇതിന്റെ എഡിറ്റിംഗ് ഷെരീഫ് മുഹമ്മദ് അലിയാണ്. ഗംഭീരമായിട്ട് സീനുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി, ഒരു രക്ഷയില്ല. എസ്പെഷ്യലി സിനിമ 2 മണിക്കൂറിൽ താഴെ ഉള്ളൂ, പക്ഷെ നമ്മൾക്ക് വല്ലാത്തൊരു ഫീൽ തരുന്നതിൽ ഇതിന്റെ എഡിറ്റർക്ക് ഗംഭീര പങ്കുണ്ട്. പുള്ളിയുടെ വർക്ക് അത്രയ്ക്കും ഹെവിയാണ്. അതുപോലെ സൗണ്ട് ഡിസൈൻ ഒരു രക്ഷയില്ല, മാരകം. നല്ല തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണം എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ടാണ്. ഈ കാലത്തെ സിനിമകളൊക്കെ നമുക്ക് അറിയാം സ്ക്രിപ്റ്റിനേക്കാൾ അപ്പുറത്ത്, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ടെക്നിക്കൽ പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് വന്ന ലോകം ഉൾപ്പെടെ അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പെർഫോമൻസിലേക്ക് വന്നാൽ പ്രണവ് മോഹൻലാൽ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം പുള്ളി നല്ലൊരു ആക്ടർ ആണെന്നുള്ളത് ഹൃദയത്തിന്റെ ചില സീനുകളിലും അതുപോലെ മരക്കാറിന്റെ സ്റ്റാർട്ടിങ് സീനിലൊക്കെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ത്രൂ ഔട്ട് പുള്ളിയുടെ ഗംഭീര പെർഫോമൻസ് ആണ്. അതൊരു യൂഷ്വൽ ക്യാരക്ടറാണ്. രാഹുൽ സദാശിവൻ അങ്ങനെ ക്യാരക്ടേഴ്സിനൊന്നും ഭയങ്കര ഇതാക്കി എഴുതിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് സ്കെയറി സീൻസിലൊക്കെ പ്രണവ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്, ബൈറ്റിംഗ് സീനൊക്കെ ഉണ്ട്. അത് ഗംഭീരമായിട്ട് പുള്ളി അതിന് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തിട്ട് കിട്ടുവാണ്. ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകളുണ്ട്. അതുപോലെ തന്നെ പുള്ളിയെ കാണാൻ ഭയങ്കര അടിപൊളിയാട്ടോ. കാരണം അത് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും പുള്ളിയുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഭയങ്കര ഫിറ്റാണ് പുള്ളി. ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു യൂത്ത് ആക്ടർ എന്നൊക്കെ വന്നിട്ടുള്ള മികച്ച പെർഫോമൻസിൽ ഒന്നാണ് പുള്ളി സ്ഥിരമായിട്ടൊക്കെ സിനിമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പക്ക ആയിട്ടുള്ള ഒരു യൂത്തിനെ നമുക്ക് എന്തായാലും കിട്ടും. അതുപോലെ ഞെട്ടിച്ചിട്ടുണ്ട് ജിബിൻ ഗോപിനാഥ്. പൊന്നോ, പുള്ളിയുടെ ചില ലുക്കൊക്കെ ഉണ്ട്, ഭയങ്കരം, നല്ല പേടിപ്പിക്കുന്ന ഒരു. അതുപോലെ പുള്ളി കഞ്ഞി കുടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. പുള്ളിയുടെ വീട്ടിനുള്ളിലുള്ള പരിപാടി കാണുമ്പം അനുഭവിച്ച് മനസ്സിലാക്കാം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പുള്ളി. അതുപോലെ ജയാക്കുറുപ്പ് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് പുള്ളിക്കാരുടെ കുറച്ച് പരിപാടികൾ ഞെട്ടിക്കും. ഗംഭീര പെർഫോമൻസ്. അതുപോലെയാണ് അരുൺ ഒറ്റ സീൻ, ആ ഒരു സീൻ തന്നെയാണ് പുള്ളിക്ക്. ബാക്കിയുള്ള സീനെല്ലാം പുള്ളി കിടുവാണ്. പക്ഷെ ആ ടെറസ് സീൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിമാരകമായിട്ടുള്ള പരിപാടിയാണ് പുള്ളിയെ വെച്ചിട്ട് സ്ക്രീനിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ആരും അങ്ങനെ മോശം എന്ന് പറയാൻ ആരുമില്ല. പിന്നെ ഇവർക്കൊക്കെയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത്. എല്ലാവരും കിടുവായി ചെയ്തിട്ടുണ്ട്. പ്രണവും ജിബിനും ഒക്കെ ഗംഭീരം. ഇത് ശരിക്കും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സായിട്ട് രാഹുൽ സദാശിവൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഭൂതകാലവുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിവേ അത് എങ്ങനെയാണ് ഡെവലപ്പ് ആവുമെന്ന് പറയാൻ പറ്റില്ല. അത് ഗംഭീരമാണ്. ഇനിവേ നമുക്കൊരു ഏച്ചുകെട്ടലായിട്ടൊന്നും എവിടെയും ഫീൽ ചെയ്യുന്നില്ല. സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണുക. നല്ല ഗംഭീര സ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കുക. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു ഓഡിയൻസിനോട് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ലക്ക് പോലെയാണ്. പക്ഷെ നല്ല ഓഡിയൻസും കൂടെ ആണെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പീക്ക് ലെവൽ സംഭവം. മലയാളത്തിൽ നിന്നുള്ള ഒരു ഇന്റർനാഷണൽ ഐറ്റം. അത് തന്നെയാണ് DSERA.